വന്യമൃഗശല്യം മൂലം കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിൽ നിർമ്മിക്കുന്ന 30 കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 3.25 കോടി രൂപയാണ് പദ്ധതിക്കായി ആവിഷ്കരിച്ചിരിക്കുന്നത്. കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിന് 3.25 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന 30 കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ നിർമ്മാണോദ്ഘാടനമാണ് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർവഹിച്ചത്. വന്യമൃഗശല്യം മൂലം കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്ന തുക അപര്യാപ്തമാണെന്ന് ബോധ്യമായതിനാൽ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാൻ ഉടൻ നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ സംവിധാനത്തിന്റെ സവിശേഷത നമ്മൾ 1-2 മീറ്റർ ആനകൾ വന്നത് തള്ളിയാൽ അതേ ശക്തിയിൽ ആനകളെ ഇങ്ങോട്ട് വരും. അങ്ങനൊരു പരീക്ഷണമാണ് നടത്തിയത്. വിജയിക്കുമോ എന്നൊരു സംശയമായിരുന്നു. അപ്പോൾ ഞങ്ങളെ ആനയെ കൊണ്ട് കുത്തിയൊക്കെ കാണിച്ചൊക്കെ തന്നെങ്കിലും മതിയാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 9 മാസമായി വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ചെലവൽപ്പം കൂടിയതാണെങ്കിലും ഈ പ്രദേശത്ത് 1-ാം ഘട്ടത്തിൽ 500 മീറ്റർ നീളത്തിലും 2-ാം ഘട്ടത്തിൽ 450 കിലോമീറ്റർ നീളത്തിലും ഈ ഫെൻസിങ്, ഈ എലി ഫെൻസിങ് എന്ന പദ്ധതി, വയനാട് മോഡൽ പദ്ധതി കോതമംഗലം പ്രദേശത്ത് ആദ്യമായി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പരിപാലനം എപ്പോഴും ഒരു പ്രശ്നമാണ്. നമ്മളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് പറയും, നടപ്പിലാക്കി കഴിഞ്ഞാൽ ആരും അത് ശരിയാവണ്ണം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുകയില്ല. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ, അയനിച്ചാൽ നിന്നും ആരംഭിച്ച് വേട്ടാമ്പാറ, കടുക്കാസിറ്റി, പിച്ചപ്ര, കുളങ്ങാട്ടുകുഴി, കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി, കോട്ടപ്പാറ, കൂവക്കണ്ടം, തോണിച്ചാൽ, കണ്ണക്കട, കൊളക്കാടൻ തണ്ട്, കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേക്കപ്പാല, കണിച്ചാട്ടുപാറ, വാവലുപാറ, പാണിയേലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടമ്പാറ, അയനിച്ചാൽ മുതൽ ഓൾഡ് ഭൂതത്താൻകെട്ട് വരെ പുഴത്തീരത്തുകൂടിയും പൂർണ്ണമായും കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഫലപ്രദമായ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കുന്നത്. വടക്കുംഭാഗം സെന്റ് ജോർജ് ഹൊറേബ് യാക്കോബായ സുറിയാനി പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം.എൽ.എ. ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു. ഒട്ടേറെ കാലങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് കർഷകരൊക്കെ ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്. അത് കുറച്ച് വൈകിയെങ്കിൽ കൂടിയും ഇന്ന് വളരെ ഫലപ്രദമാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള സൗരോർജ്ജ തൂക്കുവേലിയാണ്. അത് ഡബിൾ ലൈൻ ഫെൻസിംഗ് ആണ്. ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരത്തിൽ നമ്മളിവിടെ സ്ഥാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.